ഗുഡ് മോർണിംഗ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ ഒരു സെർമൺ സീരീസ് നമ്മൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. എൻ്റെ സ്ലൈഡ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കണേ. ലൈഫ് ഓഫ് എ ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ്റെ ജീവിതം എന്ന് പേര് കൊടുത്തേക്കുന്നൊരു സീരീസാണ്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആരംഭത്തെ അതിൻ്റെ ആദ്യത്തെ നമ്മളത് കേട്ടു. ലൈഫ് ഓഫ് വിക്ടറി ഓവർ സേറ്റൻ, സാത്താൻ്റെ മേൽ വിജയമുള്ള ഒരു ജീവിതം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ശിഷ്യന്മാരെ, സകല ജനങ്ങളെ ശിഷ്യരാക്കുവിൻ എന്നുള്ളൊരു ശിഷ്യന്മാരോടുള്ള കൽപ്പന. അടുത്ത ആഴ്ച നമ്മുടെ ആനിവേഴ്സറി സൺഡേ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ആശ്രയം ഉള്ളൊരു ജീവിതം, ലൈഫ് ഓഫ് ട്രസ്റ്റ്, ഒരു പ്രാർത്ഥന ജീവിതം, ലൈഫ് ഓഫ് പ്രെയർ, പിന്നെ ലൈഫ് ഓഫ് സബ്മിഷൻ, ഒരു കീഴ്പ്പെടുന്ന ജീവിതം. ഇതെല്ലാം യേശുവിൽ നമ്മൾ കണ്ട ക്വാളിറ്റീസ്, യേശു റിക്വയർ ചെയ്യുന്ന ക്വാളിറ്റീസ്. അതിൻ്റെ ആരംഭത്തിലോട്ട് പോയിക്കോ, ഇതിൻ്റെ ആരംഭത്തിൽ പോയിക്കോ. ഓക്കെ, എന്തുവായി ശിഷ്യരാവുക എന്ന് പറഞ്ഞാൽ? യേശുവിനെ അനുഗമിക്കുക അല്ലേ, യേശുവിൻ്റെ ശിഷ്യനാവുക, യേശുവിനെ പോലായിത്തീരാൻ. ഇതൊക്കെ നമ്മൾ പറയാം, ശിഷ്യരായിത്തീരുക എന്ന് പറഞ്ഞാൽ. യേശു ശിഷ്യന്മാരെക്കുറിച്ച് ചില കാര്യങ്ങൾ, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രാവശ്യം യേശു പറഞ്ഞു, നിങ്ങളെൻ്റെ ശിഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരണം. അന്നത്തെ 1-ാം നൂറ്റാണ്ടിൽ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരിക, ക്രൂശ് എടുക്കുക എന്നുള്ളൊരു ഐഡിയ 1-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ അർത്ഥം മരണം, മരിക്കാൻ റെഡിയായിട്ട് വരിക. ഓക്കെ, ഇന്നത്തെ കാലത്തെ പോലെ നമ്മൾ പറയും ഒരു ക്രൂശ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും കഷ്ടത, കഷ്ടപ്പാട്, പ്രയാസം, വേദന ഉള്ള ജീവിതം, ഇങ്ങനെയൊക്കെ ചിന്തിക്കും. അതേ അല്ല 1-ാം നൂറ്റാണ്ടിലെ അർത്ഥം. അന്നത്തെ അർത്ഥം ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവാൻ. കാരണം അവർ ജനങ്ങളെ കണ്ടിട്ടുണ്ട് ഈ ക്രൂശും പിടിച്ചുകൊണ്ട് അവർ പട്ടണത്തിൽ കൂടെ നടന്നു പോകുന്നത്. അവർക്കറിയാം കുറച്ച് സമയം കഴിയുമ്പം അവരെ കൊണ്ട് ക്രൂശീകരിക്കും, അവരെ കൊല്ലും. പിന്നെ യേശു പറഞ്ഞു, എന്തിനാ മരിക്കാൻ റെഡിയാവുന്നത്? അത്രയും യേശുവിന് വില കൊടുത്തു. തൻ്റെ ജീവൻ പോലും ഒരു വാല്യൂ അല്ല കർത്താവിന് കിട്ടുന്നതിൻ്റെ വാല്യൂ, അത് വെച്ചാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത് യേശു പറഞ്ഞു, ഒരുവൻ എൻ്റെ ശിഷ്യനാകുന്നെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ അപ്പനെയും അമ്മയും വെറുക്കണം. ഹെയ്റ്റ് യുവർ ഫാദർ ആൻഡ് മദർ. പലരും അത് തെറ്റിദ്ധരിച്ച് ആൾക്കാർ പറയും ഈ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഹെയ്റ്റ്രഡിൻ്റെ ഒരു മതമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു വെറുപ്പ് ഒക്കെ ഉള്ള ഒരു മതമാണ്. ഒരു തെറ്റിദ്ധാരണയാണ് അത്. കാരണം അതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പനും അമ്മയും വെറുക്കാനാണെന്നോ അതിൻ്റെ അർത്ഥം? അല്ല. കർത്താവിനുള്ള സ്നേഹം വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അത്രയും ഒരു സ്നേഹമായിരിക്കണം. മാതാപിതാക്കളോട് എത്ര സ്നേഹമുണ്ടോ അതിന് അതിമടങ്ങായിരിക്കണം. അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ കാഠിന്യം കാണിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അതിന് ലിറ്ററേച്ചറിൻ്റെ അതിനകത്ത് പറയും ഹൈപ്പർബിളി എന്ന് പറയും. ഒരു ഹൈപ്പർബോളിക് സ്റ്റേറ്റ്മെൻറ്റാണ്. ഓക്കെ, ചില കാര്യങ്ങളൊന്ന് പെരുപ്പിച്ച് പറയും, ഒരു ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നല്ല വിശപ്പുള്ളപ്പോൾ നമ്മൾ പറയും, ഓഹ് എനിക്ക് ആനയെ തിന്നാൻ വേണ്ടിയുള്ള വിശപ്പുണ്ടെന്ന് പറയും അല്ലേ. എത്ര പേര് ആനയെ തിന്നിട്ടുണ്ട്? അതിൻ്റെ ടേസ്റ്റ് ഓർമ്മയുണ്ടോ? നമ്മളാരും കഴിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, യേശു ശിഷ്യന്മാരുടെ വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങളെൻ്റെ ശിഷ്യനാണെങ്കിൽ ഞാൻ കൽപ്പിക്കുന്ന നിങ്ങൾ ചെയ്യണം. ആക്ച്വലി യേശു പറഞ്ഞത്, നിങ്ങൾ കർത്താവെ എന്നെ വിളിക്കും, നീ പറയുന്ന അനുസരിക്കത്തുമില്ല. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾ കർത്താവെ എന്നെ വിളിച്ചുകൊണ്ട് നടക്കും, നിങ്ങൾ പറയുന്ന അനുസരിക്കത്തുമില്ല. യേശു പറഞ്ഞു, അങ്ങനൊന്നും എൻ്റെ ശിഷ്യനായിട്ട് കാര്യമില്ല. നിങ്ങൾ എൻ്റെ ശിഷ്യനാവാണെങ്കിൽ അനുസരിക്കുക, അല്ലെ ശിഷ്യനാകണ്ട. വളരെ ക്ലിയറായിട്ട് യേശു പറഞ്ഞു. പിന്നെ വേറെ ഒത്തിരി കാര്യമാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചു. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശിഷ്യനാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി ദൈവരാജ്യം അറിയിക്കുക, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം മറ്റുള്ളവരോട് പറയുക.
നിങ്ങളെൻ്റെ ശിഷ്യനാകുന്നെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആയിത്തീരണം. ഇന്ന് പറയാൻ പോകുന്നത്, നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? സകല ജനങ്ങളെയും ശിഷ്യരാക്കണം. മത്തായിയുടെ സുവിശേഷം 28 അധ്യായം ആരെങ്കിലും ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28 അതിൻ്റെ 16 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 28, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗത്ത് മത്തായി 28 വായിക്കാമോ? 16 തൊട്ട് 20. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. താങ്ക് യു. ആരെങ്കിലും നോട്ട് എഴുതെങ്കിൽ 4 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ അധ്യായത്തിൽ നിന്ന്. ആരെങ്കിലും നോട്ട്സ് എഴുതെങ്കിൽ എഴുതിക്കോ. 4 കാര്യങ്ങൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകും. 4 കാര്യങ്ങൾ. 1, എ ഡിസൈപ്പിൾസ് കമ്മിറ്റ്മെൻറ്റ്, ഒരു ശിഷ്യൻ്റെ സമർപ്പണം. 2, ഡിസൈപ്പിൾസ് കമാൻഡ്, ഒരു ശിഷ്യൻ്റെ കൽപ്പന. ആക്ച്വലി അത് അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. 3, എ ഡിസൈപ്പിൾസ് കമ്മീഷൻ, ഒരു ശിഷ്യൻ്റെ ദൗത്യം. 4, അവസാനം എ ഡിസൈപ്പിൾസ് കമ്പാനിയൻ. കമ്പാനിയൻ ഏറ്റവും നല്ല മലയാളം എന്തുമായിരിക്കും? കൂട്ടാളിയോ? യാ, ഓക്കെ. 4 കാര്യങ്ങൾ. A disciple's commitment, a disciple's command, a disciple's commission, and 4, disciple's companion. Okay, റെഡിയാണോ? ശ്രദ്ധിച്ചോണം. 1, a disciple's commitment. 16ഉം 17ഉം വാക്യങ്ങളിൽ, ഓക്കെ, ആ 11 ശിഷ്യന്മാരെന്ത് ചെയ്തു? ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. യേശു പറഞ്ഞു, നിങ്ങൾ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇന്ന മലയിലോട്ട് വരണം. ഇതെപ്പോഴാണെന്നറിയാമോ? ഇതെപ്പോഴാണ് യേശു പറയുന്നത്? യേശു മരിക്കുന്നതിന് മുമ്പെയാണോ? യേശു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ്, അത് കഴിഞ്ഞിട്ട് യേശു അവരോട് പറഞ്ഞ ഒരു കൽപ്പനയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? മറക്കല്ലേ, ഈ 11 ശിഷ്യന്മാരും, 12 ഉണ്ടായിരുന്നു, ഒരാൾ പോയി. ഈ 11 ശിഷ്യന്മാരും അവർ കണ്ടു, അവരുടെ കണ്ണുകൾ കണ്ടു. എന്തോ കണ്ടത്? യേശുവിനെ അവർ അടിക്കുന്നതും എല്ലാം വളരെ ക്രൂരമായിട്ട് ഇതെല്ലാം കണ്ടതാ. അത് കണ്ടിട്ട് പിന്നെന്ത് കണ്ടു? ക്രൂശുമേൽ യേശു കിടക്കുന്ന കണ്ടു, മരിക്കുന്ന കണ്ടു, അടക്കി. ശ്രദ്ധിച്ചോണേ, എല്ലാവരും ശ്രദ്ധിച്ചു. മരിക്കുന്ന കണ്ടു, താഴോട്ട് ഇറക്കി, ആ ശരീരം കൊണ്ട് കല്ലറയിൽ അടക്കുന്ന കണ്ടു. റോമൻ പടയാളികളെ കാവൽ നിർത്തി, റോമൻ സീൽ അവിടെ വെച്ചു. എന്ന് പറഞ്ഞാൽ റോമൻ്റെ അധികാരത്തോട് വെച്ച് ക്ലോസ് ചെയ്ത, ആരും തുറക്കാൻ പാടില്ല, സീലും വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? 3 ദിവസം കഴിഞ്ഞപ്പോഴേ യേശു ആ കല്ലറയും മാറ്റി ഇറങ്ങി വന്നു. ഇറങ്ങി വന്നിട്ട് ഈ ശിഷ്യന്മാർ തന്നെ, ശ്രദ്ധിച്ചോണേ, ഇറങ്ങി വന്നിട്ട് ഇതേ ശിഷ്യന്മാർ തന്നെ യേശുവിനെ കണ്ടു. അവർ ഭയപ്പെട്ട് ഒരു മുറിക്കകത്ത് അടച്ച് പൂട്ടിയിരിക്കുന്ന മുറിക്കകത്തോട്ട് യേശു എന്ത് ചെയ്തു? പൂട്ടിയിരുന്ന മുറിക്കകത്തോട്ടും കയറി വന്നു. ഇതെല്ലാം ഈ ശിഷ്യന്മാർ അവരുടെ കണ്ണുകൊണ്ട് കണ്ടു. യേശു തന്നെ അന്ന് മനസ്സിലായപ്പോഴും എന്ത് ചെയ്തു? എല്ലാവരും ഭയങ്കര സന്തോഷവും അത്ഭുതവും എല്ലാം ആയി കഴിഞ്ഞിട്ട് ഒരാൾ പറഞ്ഞു, തോമസ് എന്ത് പറഞ്ഞു? ഇതൊന്നും പോരാ, അല്ലേ? തോമസ് പറഞ്ഞായിരുന്നു, നേരത്തെ പറഞ്ഞതാ, ഞാനിത് വിശ്വസിക്കത്തില്ല, ഇനിയൊന്നും ഞാൻ വിശ്വസിക്കുക, അങ്ങനൊന്നും ഞാൻ, എന്നെ കിട്ടത്തില്ല. ഞാൻ അവൻ്റെ വിരൽ എനിക്ക് വയ്ക്കണം, അവൻ്റെ ആ വിലാപ്പുറത്ത് കുത്തിയെടുത്ത് എൻ്റെ കൈ ഇടണം, ഇത് പറഞ്ഞു. അപ്പോൾ യേശു ഇതെല്ലാം കാണിച്ചു പത്രോസിനോട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് കണ്ട ശിഷ്യന്മാരുടെ കാര്യമായി പറയുന്നത്. അതിൻ്റെ കാരണം ഞാൻ പറയാം, ശ്രദ്ധിച്ചോണേ. അപ്പോൾ അവരോട് യേശു കൽപ്പിച്ചു,
നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന മലയിൽ ഇന്നടത്ത് വരണം എന്ന് കൽപ്പിച്ചു. മിക്കവാറും അവിടെ പല പ്രാവശ്യം പോയിട്ടുള്ളതായിരിക്കാം ശിഷ്യന്മാരും യേശുവും. പലപ്പോഴും യേശു അവരോട് പറഞ്ഞു, ബാ നമുക്ക് ഈ പുരുഷാരത്തിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ മാത്രം ഒന്ന് പോയി ഒന്ന് ചെറിയൊരു റിട്രീറ്റ് പോലെ ഒന്ന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ട്, പലപ്പോഴും പോയിട്ടുണ്ട്. അപ്പം ഈ ശിഷ്യന്മാർക്കറിയാം ആ സ്ഥലത്ത്. അവിടെ തന്നെ അവർ പോയി കഴിഞ്ഞിട്ട് എന്തുവാ, അവനെ കണ്ടപ്പോൾ അവർ എന്ത് ചെയ്തു? നമസ്കരിച്ചു. അവർ യേശുവിനെ എന്ത് ചെയ്തു? ആരാധിച്ചു. അതിൻ്റെ അടുത്ത സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോണേ, ചിലരോ സംശയിച്ചു. ശ്രദ്ധിച്ചോ, ആരാ സംശയിച്ചത്? ചിലരെന്ന് പറഞ്ഞാൽ എത്ര പേരാ? ഒന്നിൽ കൂടുതലാ, 2 3 അറിയത്തില്ല, എത്ര ആണെന്ന് അറിയത്തില്ല. ആ 2 പേരോ 2 കൂടുതലോ അവിടെ ഉള്ളവർ സംശയിച്ചു. ആരാ സംശയിച്ചത്? യേശു അനുഭവിച്ചതെല്ലാം കണ്ടു, ക്രൂശിൽ കിടന്ന് മരിക്കുന്ന കണ്ടു, അത് കഴിഞ്ഞ് കല്ലറയുടെ അടക്കുന്ന കണ്ടു. 3 ദിവസം കഴിഞ്ഞ് നാറ്റം പിടിക്കേണ്ട സമയമായി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? മരിച്ച വ്യക്തി 3 ദിവസം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇറങ്ങി വരുന്നു. അവരുടെ കണ്ണുകളുകൊണ്ട് കണ്ടു. റോമൻ പടയാളികൾ റോമൻ ഗവൺമെൻറ് സീല് വെച്ച് തറപ്പിച്ചതാ. പടയാളികളെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഈ പടയാളികളുടെ റോമൻ പടയാളിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം അവർ നിർവഹിക്കാതെ എന്തെങ്കിലും പറ്റിയാൽ അവരുടെ കഴുത്ത് പോകും. അങ്ങനത്തെ ഒരു ദൗത്യം ഏൽപ്പിച്ച് പടയാളികൾ അവിടെ നിൽക്കുക. അവരെന്ത് ചെയ്യാനാ? ഈ കല്ലറ പൊട്ടിച്ച് യേശു ഇറങ്ങി വന്നു. അതെല്ലാം ശിഷ്യന്മാർ കണ്ട് അനുഭവിച്ച്, അത് കഴിഞ്ഞിട്ട് 40 ദിവസം ശിഷ്യന്മാരെ യേശു കണ്ടു, അവരെ പഠിപ്പിച്ചു, അവരോട് സംസാരിച്ചു, അവരുടെ കൂടെ ആഹാരം കഴിച്ചു, എല്ലാം ചെയ്തതാ. മരണം കണ്ടു, ഉയർത്തെഴുന്നേറ്റ് എല്ലാം അനുഭവിച്ചവരാ. അവരെന്ത് ചെയ്തു? ചിലരോ സംശയിച്ചു. അപ്പം ഡിസൈപ്പിൾസ് കമ്മിറ്റ്മെൻ്റ് എന്ന് എഴുതിയിട്ട് 3 കാര്യങ്ങൾ. ഒബീഡിയൻസ്, അനുസരണം കേട്ടോ, അത് നമ്പർ 1. നമ്മൾ കർത്താവിനെ അനുസരിക്കുന്നതായിരിക്കും. 2ാമത് ആരാധന, കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം. അതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയാനില്ല. 3ാമത് സംശയം. സംശയിക്കുന്നവരാകണമെന്നാണോ? അല്ല, സംശയമുണ്ട് എല്ലാവർക്കും ഇതിനെക്കുറിച്ചും അതിനെക്കുറിച്ചും എല്ലാം. ശിഷ്യന്മാർ ഇത്രയും യേശുവിനോട് അടുത്ത് ഇടപെട്ട് ഇതെല്ലാം കണ്ടവരാ, എന്നിട്ടും സംശയിച്ചാൽ ചിലർ പറയും, കുറേ അത്ഭുതങ്ങൾ നടക്കാമെങ്കിലുണ്ടല്ലോ എല്ലാവരും രക്ഷിക്കപ്പെടും. പിന്നെ നടക്കുന്ന കാര്യമാണ്. അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും നല്ലതാണ്. ആൾക്കാരൊന്ന് ശ്രദ്ധിക്കും, ആൾക്കാരൊന്ന് തിരിഞ്ഞു നോക്കും, ഓ ഇന്നത് നടന്നോ. എന്നാലും അതുകൊണ്ട് മാത്രം അവർ വിശ്വസിക്കണമെന്നുണ്ടോ? ശിഷ്യന്മാർ പോലും വിശ്വസിച്ചില്ല, അവർ സംശയിച്ചു. 1ാമത് ശിഷ്യന്മാരുടെ കമ്മിറ്റ്മെൻറ്റ്. എന്ത് സംശയം ഉണ്ടായാലും അനുസരിക്കുക, അനുഗമിക്കുക. ഏത് പ്രയാസം ഉണ്ടായാലും ഏത് ദുഃഖം ഉണ്ടായാലും അനുസരിക്കുക, അനുഗമിക്കുക. എൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് പോയില്ലെങ്കിൽ അനുസരിക്കുക, അനുഗമിക്കുക. ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ അനുസരിക്കുക, അനുഗമിക്കുക. ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലോ അനുസരിക്കുക, അനുഗമിക്കുക. ശിഷ്യന്മാരെ കുറിച്ച് യേശു പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി 2ാമത്തെ കാര്യത്തിലോട്ട് പോകാം. ഡിസൈപ്പിൾസ് കമാൻഡ്, കൽപ്പന. ആക്ച്വലി ഇത് ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുത്ത അധികാരമാണ്, അതോറിറ്റിയാണ്. എന്നാലും അതിൻ്റെ പ്രത്യേകത ഇതാണ്. ആദ്യം യേശു എന്ത് പറയുന്നത് ഇതാണ്, സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലും ആർക്കുണ്ടെന്നാണ് പറഞ്ഞ് യേശുവിനുണ്ട്. അതിൻ്റെ അർത്ഥം സകല അധികാരം യേശുവിനുണ്ടെന്നാണോ? തീർച്ചയായിട്ടും അത് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്. ജീവൻ്റെ മേൽ അധികാരമുണ്ട്, ഈ ഭൂമിയുടെ മേൽ അധികാരമുണ്ട്, എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ളതാണ് യേശു. അത് നമ്മൾ എത്ര മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. ചുമ്മാ കുറേ വാക്കുകളാണ്, എനിക്കറിയാം, കുറേ വേർഡ്സാണ്. എന്നാലും പൂർണ്ണ അധികാരം യേശുവിനുണ്ട്.
അത് കഴിഞ്ഞിട്ട് therefore, അതുകൊണ്ട് യേശു നമ്മളെ പറഞ്ഞയക്കുന്നു. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ നിങ്ങൾ പുറപ്പെടണം. പുറപ്പെട്ട് യെസ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. യെസ്, മതി, താങ്ക് യു. അപ്പം പുറപ്പെടേണ്ട കാരണം എന്തുകൊണ്ടാ? യേശു കമ്മീഷൻ ചെയ്തു. യേശു ആരാ? എല്ലാ അധികാരം യേശുവിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനൊരു വ്യക്തി നമ്മളെ കമ്മീഷൻ ചെയ്തേക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുക, മറ്റുള്ളവരെ ശിഷ്യരാക്കുവിൻ. അപ്പം യേശുവിൻ്റെ അധികാരം, അതിൻ്റെ ബലത്താൽ നമ്മൾ പോകുന്നു. ആരുടെ അധികാരമാണ്? എല്ലാ അധികാരം, സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ അധികാരം ഉള്ള വ്യക്തിയുടെ ആ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ അധികാരത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? ഞാൻ വലിയ അധികാരമുള്ള വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനാണോ? ആ അധികാരത്തിൻ്റെ ഉദ്ദേശം എന്തുവാ? ആ അധികാരത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. വളരെ കൃത്യമായിട്ട് യേശു പല പ്രാവശ്യം 12 ശിഷ്യന്മാരെയും 72 ശിഷ്യന്മാരെയും 70 ശിഷ്യന്മാരെയും ഒക്കെ പറഞ്ഞ് അയച്ചപ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുക, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഇതെല്ലാം യേശു ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യേണ്ടത്? അവർ കൽപ്പിക്കുക ചെയ്യേണ്ടത്. യേശു അതല്ലേ ചെയ്ത്? യേശുവിൻ്റെ ശുശ്രൂഷയിൽ എങ്ങനെയാണ് ചെയ്ത്? യേശു കൽപ്പിക്കുക. ഓരോ രോഗങ്ങളാണോ ഭൂതങ്ങളാണോ എന്തൊക്കെയാണോ അതിനോട് യേശു കൽപ്പിക്കുക. അവരുടെ കമാൻഡ്. ശിഷ്യന്മാർ എന്ത് ചെയ്യണം? ശിഷ്യന്മാർ യേശു ചെയ്ത പോലെ അങ്ങ് കോപ്പി അടിക്കണം, കൽപ്പിക്കണം. യേശു എന്തൊക്കെ ചെയ്തോ അതങ്ങ് നമ്മൾ കോപ്പി അടിച്ചാൽ മതി. വേറെ ഒന്നും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. യേശു ചെയ്ത പോലെ നമ്മളങ്ങ് ആവർത്തിച്ചാൽ മതി, കൽപ്പിക്കുക. ഏതൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ തടസ്സങ്ങളാണ്, കൽപ്പിക്കുക. അയ്യോ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോമിൽ പറയുക, അയ്യോ എനിക്കിങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി, ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? അധികാരത്തോട് അതിനോട് നമ്മൾ കൽപ്പിക്കുക ചെയ്യേണ്ടത്. ചിലരെന്നെ ഫോം വിളിക്കും. ഫോം വിളിച്ചിട്ട് അവർ പറയും, എനിക്ക് വയ്യാതെ വന്നു, ഉടനെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയും. വളരെ ചുരുക്കം ഞാൻ കേൾക്കും, എനിക്ക് അസുഖം വന്നു ഉടനെ തന്നെ ഞാൻ പോയി പ്രാർത്ഥിക്കായിരുന്നു എന്ന് പറയുന്നവർ വളരെ ചുരുക്കമാണ്. മിക്കവാറും ഞാൻ കേൾക്കുന്നത് 99.9% ഞാൻ കേൾക്കുന്നത് അസുഖം വന്നു, പ്രയാസം വന്നു, ഒട്ടും തന്നെ ആശുപത്രിയിൽ പോയി. ഏറ്റവും നല്ലത് എറണാകുളത്ത് പോകാമെങ്കിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും ദൂരെ പോകണം. അടുത്തുള്ള ഹോസ്പിറ്റലൊന്നും ശരിയല്ല, മനസ്സിലായോ? ദൂരെയുള്ള ഹോസ്പിറ്റലിൽ പോകണം, അത് ഏറ്റവും ബെസ്റ്റ്. എറണാകുളത്തിലുള്ളവർ അടൂരായിരിക്കും വരുന്നത്, എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്തായിരിക്കും. അപ്പം നമ്മുടെ ശ്രദ്ധ ആദ്യം നമ്മൾ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആംബുലൻസ് വിളിക്കണം, ഹോസ്പിറ്റലിൽ പോകണം. പോകണ്ടെന്നൊന്നും ഞാൻ പറയുമല്ല. എന്നാലും നമ്മൾ എന്തെങ്കിലും അസുഖം വരുമ്പോൾ, എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഉടനെ നമ്മൾ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ചാലോ? അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഒന്ന് കൽപ്പിച്ചു നോക്കിയാലോ? കർത്താവ് അങ്ങ് പറഞ്ഞു എല്ലാ അധികാരം കർത്താവിനുണ്ടെന്ന്. ആ അധികാരത്തോടെ എന്നെ പറഞ്ഞു വിട്ടതാണല്ലോ. എന്നാൽ പിന്നെ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 2-3 പേരെ ഒന്ന് ഫോം വിളിച്ചിട്ട് പറ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് കൽപ്പിക്കാമോ, ഈ വിഷയത്തിന് മേൽ അധികാരത്തോടൊന്ന് സംസാരിക്കാമോ? യാചിക്കല്ലേ, കൽപ്പിച്ചാൽ മതി. മനസ്സിലായോ? യാചിക്കണ്ട, കൽപ്പിച്ചാൽ മതി. 2 കാര്യം അല്ലേ? ഒരു ശിഷ്യൻ്റെ ഡിസൈപ്പിൾസ് കമ്മിറ്റ്മെൻറ്റ് എന്തുവാ? അനുസരിക്കുക, ആരാധിക്കുക, സംശയമുണ്ടേലും അനുസരിക്കുക, പ്രയാസമുണ്ടേലും അനുസരിക്കുക, കഷ്ടത ഉണ്ടേലും അനുസരിക്കുക, ഒന്നും നടന്നില്ലേ, ഒന്നും ശരിയായില്ലേലും അനുസരിക്കുക, ജീവിതം ശരിയായില്ലേലും അനുസരിക്കുക, തലമുറ ശരിയായില്ലേലും അനുസരിക്കുക, എല്ലാ കാര്യങ്ങളും പൊളിഞ്ഞെങ്കിലും അനുസരിക്കുക. അവൻ പറയും, അതെന്തോ ശിഷ്യത്വമാണ്. അതാ ശിഷ്യത്വം. 2ാമത് ഡിസൈപ്പിൾസ് കമാൻഡ്. ശിഷ്യന്മാരാണെങ്കിൽ കൽപ്പിക്കുന്നവരായിരിക്കണം. ശിഷ്യന്മാരാണെങ്കിൽ പേടിച്ചോടി പോകുന്നവരാകരുത്. ഒരു വേദന വന്നു, ഒരസുഖം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, ഒരു പ്രയാസം വന്നു, പേടിച്ചോടി പോകുന്നവരാത്. ശിഷ്യനാണെങ്കിൽ യേശുവിനെ പോലെ അധികാരത്തോട് നിൽക്കണം. ഭയമുണ്ട്
ശരി, ആർക്കാ ഭയം ഉണ്ടാകത്ത്? മനുഷ്യമായിട്ടുള്ള കാര്യമാണ്. ഭയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം? യേശുവിനെ കോപ്പി അടിക്കുക. ഭയമുണ്ടെങ്കിൽ യേശുവിനെ കോപ്പി അടിച്ചിട്ട് ധൈര്യത്തോടെ നിൽക്കുക. ഏത് പ്രയാസമുണ്ടോ യേശുവിനെ പോലെ നമ്മൾ ധൈര്യത്തോടെ നിൽക്കുക. ആ വിഷയത്തിനോട് നമ്മൾ കൽപ്പിക്കണം. നമ്മുടെ വാക്കുകൾക്ക് അധികാരമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചെവിയും കൊണ്ട് ശാപത്തിൻ്റെ വാക്കുകൾ കേട്ടുണ്ടോ? ഞാൻ കേട്ടുണ്ട്. മറ്റുള്ളവർ ചിലപ്പോൾ നമ്മുടെ മേലെ അധികാരമുള്ളവരായിരിക്കും. ഓ, നീ ഒരിക്കലും ഗുണപ്പെടാൻ പോകുന്നത്, നീ ശരിയാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ഓരോരുത്തർ പറയുമല്ലോ. നമ്മൾ കേട്ടുണ്ടോ? തീർച്ചയായും കേട്ടുണ്ട്. ആരെങ്കിലും നമ്മളെ ഇങ്ങനെ നിന്ന് ശപിക്കുവാണെങ്കിൽ ഉള്ളിൽ ഒരു ചെറിയ പേടി വരാറുണ്ടോ? യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ വരാറുണ്ടോ? അതിൻ്റെ അർത്ഥം എന്തുവാ? ആ നാവിൻ്റെ അധികാരത്തിൽ നമ്മൾ വിശ്വാസം ഉണ്ടെന്നാണ്. എന്നാൽ നമുക്ക് പ്രശ്നം എന്താ പറയുക? ശപിക്കുമ്പോഴേ അധികാരം ഉള്ളതെന്നാണ് നമ്മുടെ ചിന്ത. ശപിക്കുമ്പോഴേ അധികാരം ഉണ്ടെങ്കിൽ അതിന് അതിമടങ്ങായിട്ട് അനുഗ്രഹിക്കുന്നതിന്, സ്തോത്രം, വിശ്വാസത്തോട് കൽപ്പിക്കുന്നതിന് അനുഗ്രഹമല്ലയോ? ഒരാൾ പ്രയാസത്തിലാണെങ്കിൽ അവർ മേൽ കൈവച്ചിട്ട് പറ, സഹോദരാ, യേശു നാമത്തിൽ ഇതെല്ലാം നേരെയാകട്ടെ. സഹോദരി, യേശുവിൻ്റെ നാമത്തിൽ ഇതെല്ലാം ശരിയാകട്ടെ. രോഗങ്ങൾ മാറട്ടെ, അവസ്ഥയ്ക്ക് വ്യത്യാസം വരട്ടെ. എല്ലാം അസാധ്യമെന്ന് ചിന്തിക്കുന്ന ആ സമയത്ത് സാധ്യമാണെന്ന് അങ്ങ് ചിന്തിക്കുക, കൽപ്പിച്ചു നോക്കുക. സ്തോത്രം. ശാപത്തിൻ്റെ വാക്കുകൾ, ആ വാക്കുകൾക്ക് ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനതിമടങ്ങ് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, വിശ്വാസത്തോട് കൽപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ ചെയ്ത് നോക്ക്, ശ്രമിച്ചു നോക്ക്, നമ്മുടെ പ്രാക്ടീസ് ആക്കിയെടുക്കുക. മൂന്നാമത്, ഡിസൈപ്പിൾസ് കമ്മീഷൻ. 19-ാം വാക്യം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനം കഴിപ്പിക്കണം. സ്നാനം കഴിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിക്കാൻ അല്ലെങ്കിൽ അനുസരിക്കാൻ തക്കവണ്ണം ഉപദേശിക്കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കും. അപ്പൊ എങ്ങനെ സകലരെയും ശിഷ്യരാക്കുന്നത്? രണ്ട് കാര്യം ശ്രദ്ധിച്ചോണേ. എങ്ങനെ സകല മനുഷ്യരെയും ശിഷ്യരാക്കാൻ നോക്കുന്നത്? രണ്ട് കാര്യം. ഒന്ന്, പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ സ്നാനം കഴിപ്പിക്കണം. രണ്ടാമത്, അനുസരണം പഠിപ്പിക്കുക. അനുസരണം പഠിപ്പിക്കുക. ആരെ അനുസരിക്കാനും പഠിപ്പിക്കേണ്ടത്? നമ്മളെയാണോ? യേശുവിനെ അനുസരിക്കാൻ പഠിപ്പിക്കുക. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം ശരിയായിക്കോളും. എല്ലാ ജീവിതവും എല്ലാം പെർഫെക്റ്റ് ആകുമോ എന്ന് ഞാൻ പറയാം, അല്ല. ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അനുസരിക്കാൻ പഠിക്കുക. അനുസരിക്കാൻ പഠിക്കുക. അനുസരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ സാഹചര്യം എല്ലാം ശരിയാകുമ്പോഴും അനുസരിക്കുക എന്നല്ല, മനസ്സിലായോ? എന്ത് വന്നാലും അനുസരിക്കാൻ പഠിക്കുക. ഏത് കാര്യത്തിലും അനുസരിക്കാൻ പഠിപ്പിക്കുക. കർത്താവിന് 1-ാം സ്ഥാനം കൊടുക്കുക. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്യും. അതിനപ്പുറം കർത്താവിനെ അനുസരിക്കണം. സ്തോത്രം. ഡിസൈപ്പിൾസ് കമാൻഡ്, ഡിസൈപ്പിൾസ് കമ്മീഷൻ. നിങ്ങൾ പോകുകയും സ്ഥാനപ്പെടുത്തണം, അനുസരണം പഠിപ്പിക്കണം. 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പോകണം. എവിടെ പോകണം? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ, ജോലിക്ക് പോകാമെങ്കിൽ, പഠിക്കാൻ പോകാമെന്നോ, വെളിയിൽ ജോലി ചെയ്യാൻ പോകുന്നു, വീട്ടിൽ ജോലി ചെയ്യാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നതിലും നമ്മുടെ മനസ്സിൽ ഓർക്കണം, കർത്താവ് എന്നെ പറഞ്ഞയച്ചിരിക്കുക. സ്തോത്രം. ഞാൻ ക്ലാസ് പഠിപ്പിക്കാൻ പോകുമ്പോൾ, ഞാൻ ഇന്ന ജോലിക്ക് പോകുമ്പോൾ, ഞാൻ ഇന്ന പ്രവൃത്തിക്ക് പോകുമ്പോൾ, ഞാൻ കടയിൽ പോകുമ്പോൾ, ഞാൻ ഈ ഓട്ടോയിൽ കയറുമ്പോൾ, ഞാൻ ഈ ബസ്സിൽ കയറുമ്പോൾ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അയക്കപ്പെട്ടവനാ. ഒരു ദൗത്യം തന്ന് ഞാൻ അയക്കപ്പെട്ടവനാ. ആരാ എന്നെ അയച്ചത്? ആ അയച്ച വ്യക്തി സ്വർഗത്തിലും ഭൂമിയിലും പൂർണ്ണ അധികാരമുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ പപ്പ ഒത്തിരി മാസങ്ങളൊക്കെ നോർത്ത് ഇന്ത്യയിലെ റായ്പൂരിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ PS ശാമുവേലിൻ്റെ കൂടെ ഇങ്ങനെ പോകുമായിരുന്നു.
ഞങ്ങൾ അമേരിക്കയിലായിരുന്നു, ഞങ്ങൾ കൊച്ചു പിള്ളേരായിരുന്നു. ആ സമയത്ത് നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ കയറി അദ്ദേഹത്തിൻ്റെ കൂടെ മാസങ്ങളങ്ങ് പോവും. ഒരു പ്രാവശ്യം ഏതോ ഒരു സ്ഥലത്ത് ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദേവദാസൻ ഈ പാസ്റ്റർ പി എസ് ശ്യാമലിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രയാസത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കഷ്ടതയെക്കുറിച്ചോ എല്ലാം പറഞ്ഞ് ഭയങ്കര പ്രയാസമായിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഈ പാസ്റ്റർ പി എസ് ശ്യാമൽ അദ്ദേഹത്തോട് ചോദിച്ചു, സഹോദരാ, നിങ്ങളെ ആരാ ഈ വേലയ്ക്ക് വേണ്ടി വിളിച്ചത്? അദ്ദേഹം പറഞ്ഞു, കർത്താവ്. അപ്പം ചോദിച്ചു, ആ പുള്ളി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഈ ഒരു ചോദ്യം മാത്രം, ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാ പോയിക്കോ. അത്രേ ഉള്ളൂ. പുള്ളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുമില്ല, ഒന്നും ചെയ്തില്ല. എന്നാ പോയിക്കോ. എന്തിനാ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാ ഈ കഷ്ടത, ഈ പ്രയാസം, ഈ വേദന, ഈ ബുദ്ധിമുട്ട്, ഇവിടെ പ്രശ്നം, അവർ വഴക്കുണ്ടാക്കുന്നത്, ഇവർ വഴക്കുണ്ടാക്കുന്നത്, എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പോയിക്കോ. ജീവനോടുണ്ടോ? പോയിക്കോ. സകല അധികാരം ഉള്ള കർത്താവ് നമ്മളെ പറഞ്ഞയച്ചിരിക്കുക. നമ്മൾ ജോലി ചെയ്യുന്നിടത്താണ്, നമ്മൾ പണി ചെയ്യുന്നിടത്ത്, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലോ എവിടെ ആന്നേലും, നമ്മൾ വീട്ടിലൊരു ജോലി ആന്നേലും എവിടെ ആന്നേലും എന്നെ ആ ദൗത്യം തന്ന് പറഞ്ഞു വിട്ടേക്കുവാണ്. സ്തോത്രം. അയക്കപ്പെട്ടവരാണ് നമ്മൾ, കേട്ടോ. ഡിസൈപ്പിൾസ് കമ്മീഷൻ. ഇനി അവസാനത്തെ പോയിന്റിലെത്തി എത്തിയിരിക്കുന്നു. ഡിസൈപ്പിൾസ് കമ്പാനിയൻ. 19, 20 വാക്യം ഒരുമിച്ചൊന്ന് വായിക്കാമോ? 19, 20. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും. അതിനാ 2 പ്രാവശ്യം പറയുന്നത്? എല്ലാ നാളും ആരുടെ കൂടെ ഉണ്ട്? നിങ്ങളോട് കൂടെ ഉണ്ട്. ഈ കേട്ട ശിഷ്യന്മാർ വളരെ ക്രൂരമായിട്ട് പീഡന അനുഭവിച്ചവരാ. ആ പീഡന അനുഭവിച്ചപ്പോൾ ആരായിരുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നത്? ഈ പറഞ്ഞ കർത്താവ്. ഈ പറഞ്ഞ ശിഷ്യന്മാർ പട്ടിണി കിടന്നിട്ടുണ്ട്. ആര് കൂടെ ഉണ്ടായിരുന്നു? പട്ടിണി കിടന്നപ്പോൾ യേശു കൂടെ ഉണ്ടായിരുന്നു. ഒരാളെ ക്രൂശിൽ കയറ്റി തലം കുത്തിയ അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് മുഖാന്തരം ആ സമയത്ത് ആരുണ്ടായിരുന്നു കൂടെ? ഈ പറഞ്ഞ യേശു കൂടെ ഉണ്ടായിരുന്നു. ഒരാളെ തിളച്ച എണ്ണയ്ക്കകത്തോട്ടിട്ടു. അപ്പോഴാരുണ്ടായിരുന്നു കൂടെ? യേശു കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കോൺസ്റ്റന്റ് കമ്പാനിയൻ ക്രിസ്തുവാണെന്ന് ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ വരണം. ഇൻഫർമേഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ഹൃദയത്തിൽ അത് പതിയണം. ഏത് പ്രയാസമാണെങ്കിലും കർത്താവിൻ്റെ കൂടുണ്ട്. ഏത് വേദനയാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. സ്തോത്രം. ആരോടെങ്കിലും കർത്താവിനെക്കുറിച്ച് പറയുവാന്നോ സംസാരിക്കുവാന്നോ അപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തയായിരിക്കണം, എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. ഇന്നലെ കുറച്ച് പേരിങ്ങനെ കല്ലട ഏരിയയിൽ പരിശോധന പോയി. പലരും ഈ നോട്ടീസും കൊണ്ട് ട്രാക്റ്റും കൊണ്ട് പലരോടും പോയി സംസാരിക്കുകയും പലർക്കും കൊടുക്കുകയും ഒക്കെ ചെയ്തു. പലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ചിലർ തർക്കിക്കാൻ വരും, ചിലർ ചോദ്യം ചോദിക്കാൻ വരും, ചിലർ ചോദിക്കും നിങ്ങൾ ആരാ, നിങ്ങൾക്ക് വേറെ ദൗത്യം, നിങ്ങൾക്ക് വേറെ പണിയില്ലയോ? ഒരാൾ വിചാരിച്ചു ഞാൻ ഗവൺമെൻറ് ഏതാണ്ട് പദ്ധതിയും കൊണ്ട് ഇറങ്ങിയേക്കുക. അവൻ പറഞ്ഞു നിങ്ങൾ തന്നെയാണല്ലോ ഈ മദ്യം ഇറക്കുന്നത്, നിങ്ങൾ തന്നെ അത് ഉൽപ്പാദിക്കാൻ വേണ്ടി എൻ്റെ ഫാക്ടറി ഏതാണ്ട് ഈ ഇടയ്ക്ക് ഉണ്ടാക്കി. എനിക്കറിയത്തില്ല, പുള്ളി പറഞ്ഞപ്പോഴാണ് എങ്ങാണ്ട് ഒരു സ്ഥലത്ത് കണ്ണൂരോ എവിടോ ഏതാണ്ട് പുതിയൊരു ഫാക്ടറി ഉണ്ടാക്കി ഇത് ഉൽപ്പാദിക്കാനോ എന്നും പറഞ്ഞ് എന്നോട് അങ്ങ് വാദിക്കുക. അദ്ദേഹം വിചാരിച്ചു ഞാൻ ഏതാണ്ട് ഗവൺമെൻറ് പദ്ധതി കൊണ്ട് ഇറങ്ങിയേക്കുക ഈ മദ്യത്തിനെതിരെ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മൾ എന്തനുഭവിച്ചാലും മറക്കരുത്, നമ്മുടെ ഒക്കെ ഒരു കമ്പാനിയനുണ്ട്, നമ്മുടെ കൂടെ നിൽക്കാൻ ഒരു വ്യക്തിയുണ്ട്. അത് യേശുവ. അത് മറക്കരുത്.
എന്നാലും യേശു നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം സേഫ് ആൻഡ് സെക്യൂർ എന്നാണോ? വേദന അനുഭവിക്കും, പ്രയാസം അനുഭവിക്കും, തല്ല് കെട്ടും, ഇതെല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം ശിഷ്യന്മാർ അനുഭവിച്ചു. അത് അനുഭവിച്ചപ്പോഴും യേശു കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കും, ഇതെന്തോ ശിഷ്യത്വമാണ്, ഇങ്ങനത്തെ ശിഷ്യത്വമാണ് യേശു പറഞ്ഞ ശിഷ്യത്വം. വേറെ ഏതെങ്കിലും ശിഷ്യത്വം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ പറയാമായിരുന്നു. എന്നാൽ യേശു ഇത് പറഞ്ഞത് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും, എല്ലാം ശരിയായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് അങ്ങോട്ട് വചനത്തിൽ നിന്ന് കിട്ടുന്നില്ല. എനിക്കിഷ്ടമാണ്, അത് കേട്ടാൽ നല്ല രസമാണ് അല്ലേ. ഒരു പ്രയാസം ഉണ്ടാകത്തില്ല, ഒരു രോഗമില്ല, ഒരു ദുഃഖവുമില്ല, ഒരു ബുദ്ധിമുട്ടില്ല, വളരെ സന്തോഷം. അതൊക്കെ എനിക്കിഷ്ടമാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അതൊരു റിയാലിറ്റി അല്ല. ഈ ലോകത്തുള്ളിടത്തോളം അത് റിയാലിറ്റി അല്ല. ഇത് കഴിഞ്ഞിട്ട് അതൊരു റിയാലിറ്റിയാണ്, എന്നാൽ ഇപ്പോഴും അത് റിയാലിറ്റി അല്ല. സ്തോത്രം. യേശു ആന്നേലും ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നു, അവരുടെ കൂടെ യാത്ര ചെയ്തു, അവരുടെ കൂടെ കിടന്നു, അവരെവിടെയൊക്കെയായിരുന്നു, അവിടെ തന്നെയായിരുന്നു. അവസാനം യൂദ യേശുവിന് ഒറ്റുകൊടുക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഇന്ന വ്യക്തിയായി യേശു എന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ചുമ്മിക്കേണ്ടി വന്നു. ദൂരെ നിന്നും കാണിച്ചാൽ പോരായിരുന്നു. അതുകൊണ്ട് നിൽക്കുന്ന ഒരു സ്പെഷ്യൽ വസ്ത്രം ഇട്ടേക്കുന്ന, ഇല്ലല്ലോ, സ്പെഷ്യൽ വസ്ത്രമില്ല, ഒന്നുമില്ല. ബാക്കി ശിഷ്യന്മാരുടെ കൂട്ട് തന്നെ ഇരിക്കുന്നു. കണ്ടിട്ട് ഒരു വ്യത്യാസം അറിയാൻ ഒക്കുന്നില്ല. 4 കാര്യങ്ങൾ അവസാനത്തെ സ്ലൈഡിലോട്ട് പോകാം. 4 കാര്യങ്ങൾ. നമ്മൾ സകല ജനങ്ങളെ നമ്മൾ ശിഷ്യരാക്കണം. 4 കാര്യങ്ങൾ. ശിഷ്യൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്തുവാ? ആ ശിഷ്യൻ്റെ കമ്മിറ്റ്മെൻറ്റ് അനുസരിക്കാൻ റെഡിയായിരിക്കണം. കർത്താവിനെ ആരാധിക്കണം. അവസാനം ഏത് സംശയം ഉണ്ടെങ്കിലും, സംശയങ്ങളുണ്ടാവും കേട്ടോ, ഇതെല്ലാം ശരിയാണോ, അതോ ഇത് വെറുതെ ആണോ, ഇതെല്ലാം ഉടായിപ്പാണോ, സംശയം ഇഷ്ടം പോലെ ഉണ്ടാവും. ആ സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അനുസരിക്കുക, അനുഗമിക്കുക. രണ്ടാമത്, ഡിസൈപ്പിൾസ് കമാൻഡ്. അധികാരം ലഭിച്ചിരിക്കുന്ന, നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി ആരാ? സകല അധികാരമുള്ള കർത്താവ് നമ്മളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. കൽപ്പിക്കുന്നവരായിരിക്കണം. ഏത് വിഷയമാണേലും ഒന്ന് കൽപ്പിച്ചു നോക്ക്. കരയുന്നവരല്ല, കൽപ്പിക്കുന്നവരാണ്. കരയാനൊരു സ്ഥലമുണ്ട്, കരയാനൊരു സമയമുണ്ട്, ദുഃഖത്തിനൊരു സമയമുണ്ട്. ദുഃഖമില്ല എന്ന് ഞാൻ പറയുമല്ല, ദുഃഖമുണ്ട്. ആ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൽപ്പിക്കണം. വേദന എടുത്ത് അയ്യോ എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ കൽപ്പിക്കൊണ്ടിരിക്കണം. സ്തോത്രം. രണ്ടും ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. കൽപ്പിക്കുന്നവരായിരിക്കണം, കാരണം അധികാരം ലഭിച്ചവരാ. മൂന്നാമത്, ഒരു കമ്മീഷൻ ലഭിച്ചവരാ. എന്തുവാ കമ്മീഷൻ? എന്തുവാ? ഒന്ന്, പോകുക എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ എവിടെ പോയാലും ഞാൻ അയക്കപ്പെട്ട വ്യക്തിയാണ്. സ്തോത്രം. ഞാൻ ചുമ്മാതെ വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടക്കുമല്ല, ഞാൻ അയക്കപ്പെട്ട വ്യക്തിയാണ്. ഒരു ദൗത്യം എനിക്ക് തന്ന് ഞാൻ ധൈര്യത്തോടെ ഇറങ്ങിയിരിക്കുക. എൻ്റെ കർത്താവ് തന്ന ദൗത്യത്തോട് ഞാൻ പോയിരിക്കുക. രണ്ടാമത് എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്യണം? ശിഷ്യരാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സ്ഥാനപ്പെടുത്തണം. പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനങ്ങളെ സ്ഥാനപ്പെടുത്തണം. മൂന്നാമത്, അനുസരിക്കാൻ പഠിപ്പിക്കണം. സ്തോത്രം. അവസാനം, ഡിസൈപ്പിൾസ് കമ്പാനിയൻ. ഒരു കൂട്ടാളി അല്ലേ? നമ്മളോട് എപ്പോഴും കൂടുള്ള ഒരു കൂട്ടാളി, കർത്താവ്.